Parashiraja Senior Secondary School since 2015. Play class to +1. Eco-friendly campus with a beautiful butterfly garden. Play classes KG special care with different games. AC classrooms for KG section. Empowering little hearts to dream big and fly high. Parashiraja Senior Secondary School, Kuttambulli, Thiruvillamala. തൃശൂർ പാലക്കാട് ജില്ലകളിലെ സ്കൂൾ ഫുട്ബോൾ പ്രതിഭകൾക്കായി മലബാർ സോക്കർ ചാമ്പ്യൻഷിപ്പ് സീസൺ 2 ദേശമംഗലം മലബാർ എഞ്ചിനീയറിംഗ് കോളേജ് ഗ്രൗണ്ടിൽ ആവേശകരമായ തുടക്കം. ജില്ലയിലെ ഫുട്ബോൾ പ്രേമികൾക്ക് ആവേശമായി മലബാർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന മലബാർ സോക്കർ ചാമ്പ്യൻഷിപ്പ് സീസൺ 2 ദേശമംഗലം മലബാർ എഞ്ചിനീയറിംഗ് കോളേജ് ഗ്രൗണ്ടിൽ തുടക്കമായി. നവംബർ 24 മുതൽ 29 വരെ 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഇന്റർ സ്കൂൾ 11 സൈഡ് ഫുട്ബോൾ മാമാങ്കത്തിൽ തൃശൂർ, പാലക്കാട് ജില്ലകളിൽ നിന്നുള്ള 16 സ്കൂൾ ടീമുകളാണ് മാറ്റുരയ്ക്കുന്നത്. യുവാക്കളിൽ ഫുട്ബോൾ സംസ്കാരം വളർത്താനും ചെറുപ്രായത്തിൽ തന്നെ മത്സരാന്തരീക്ഷം പരിചയപ്പെടുത്താനും ലക്ഷ്യമിടുന്ന ഈ ടൂർണമെന്റ് ചെറുതുരുത്തി SI R നിഖിൽ ഉദ്ഘാടനം ചെയ്തു. കൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ഫുട്ബോളിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. ഇന്നിവിടെ 16ഓളം ടീമുകളാണ് വിജയത്തിനായി മാറ്റുരയ്ക്കുന്നത്. ഒരു ടീമിന് മാത്രമേ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ കളിയിൽ വിജയവും പരാജയവും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട ആവശ്യമില്ല. അതൊരു വിജയത്തിൻ്റെ മുന്നോടി മാത്രമാണ്. നിങ്ങളുടെ ജീവിതത്തിലും ഇതിലുപോലെ തന്നെ വിജയിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. പരാജയമുണ്ടായാൽ അത് നിയന്ത്രിക്കാനും വിജയത്തിലേക്ക് ഓരോ സ്റ്റെപ്സായി നിങ്ങൾക്ക് ഉയരുവാനും നിങ്ങൾക്ക് സാധിക്കണം. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തെ ഈ ഫുട്ബോൾ മാച്ചായി സങ്കല്പിക്കുകയാണെന്നുവെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിരിക്കും. ആ പ്രശ്നങ്ങളുണ്ടാവുമ്പോൾ നിങ്ങൾക്ക് നമ്മൾ ബോൾ പാസ് ചെയ്യണ പോലെ പാസ് ചെയ്യേണ്ട പ്രശ്നങ്ങൾ പാസ് ചെയ്യാനും, അതുപോലെ തന്നെ ടാക്കിൾ ചെയ്യേണ്ട പ്രശ്നങ്ങൾ ടാക്കിൾ ചെയ്യാനും ഡിഫെൻഡ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കണം. ഡ്രിബിൾ ചെയ്യേണ്ട പ്രശ്നങ്ങൾ ഡ്രിബിൾ ചെയ്യാനും എല്ലാം സാധിച്ച് നിങ്ങൾക്ക് വിജയമെന്ന ഗോളുകൾ അടിച്ച് വിജയത്തിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. കോളേജ് സ്ഥാപകനും ചെയർമാനുമായ ഡോക്ടർ KS ഹംസ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ മാനേജർ, പ്രധാന അധ്യാപകർ ഉൾപ്പെടെ നിരവധി പ്രമുഖർ പങ്കെടുത്തു. ഫുട്ബോളിന്റെ ലഹരിയെക്കുറിച്ച് സംസാരിച്ചല്ലോ. ഫുട്ബോളിന്റെ ലഹരി സിരകളിലൂടെ പതഞ്ഞൊഴുകുന്ന ഒരു തലമുറ ഉണ്ടായി വരണം. അങ്ങനെ വന്നാൽ മറ്റു ലഹരികൾക്ക് അവിടെ സ്ഥാനമുണ്ടാവില്ല. മറ്റു ലഹരികൾക്ക് പകരം ഫുട്ബോളിൻ്റെ ലഹരി നമ്മുടെ സിരകളിലൂടെ രക്തത്തിന് പകരം പതഞ്ഞൊഴുകുന്ന ഒരു തലമുറ ഉയർത്തെഴുന്നേറ്റ് വരേണ്ടതുണ്ട്. അതിന് സ്കൂളുകളിലേക്ക് കൊണ്ട് പരിശീലനം കൊടുക്കണം. ഇതോടുകൂടി 10-16 സ്കൂളുകളിൽ നമ്മൾ സന്ദേശം എത്തുകയാണ്. ആ 16 സ്കൂളിലെ ക്ലബിൻ്റെ ടീമുകൾ സർവോപരി നല്ല സജ്ജമായി മാറും എന്ന് സംശയമില്ല. ഒരു ഉദാഹരണം മാത്രം പറയാം. ഈ സാധാരണ ഒരു സ്കൂൾ മാത്രമാണ് ഞങ്ങളുടെ സ്കൂളായിരുന്ന ഞങ്ങളുടെ സഹോദര സ്ഥാപനമായ അറഫ ഇംഗ്ലീഷ് സ്കൂളിൻ്റെ കുട്ടികൾ. സാധാരണ ഒരു സ്കൂൾ മാത്രമായിരുന്നു. 4-5 വർഷം മുമ്പാണ് അവിടെ ക്യാമ്പ് തുടങ്ങിയത്. അതിനുശേഷം ഇപ്പോൾ അവരവിടെ എത്തി നിൽക്കുന്നു. കഴിഞ്ഞ തവണയും അതിന് മുമ്പത്തെ തവണയും അതിനു മുമ്പും കേരളത്തിലെ ചാമ്പ്യന്മാരവരാണ്. കേരളത്തിലെ ചാമ്പ്യന്മാർ വെറുതെ ചാമ്പ്യന്മാരായത് മാത്രമല്ല, ഒരു ഗോൾ പോലും